ഞാനിന്നൊരു പാവയ്ക്ക മെഴുക്കുവരട്ടി റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഈ രീതിയിലാണോ ചെയ്യുന്നത് അതോ വേറെ രീതിയിലാണോ ചെയ്യുന്നതെന്നൊന്ന് പറയണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിങ്ങനെ നല്ല റൗണ്ട് ഷേപ്പിൽ അരിയാനായിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അരിഞ്ഞപ്പോൾ അത് ചെറിയ ചെറിയ അമ്പിളിമാമൻ കുഞ്ഞുങ്ങളെ പോലെയാണ് വീണേക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഏത് രീതിയിലായാലും തട്ടിച്ചട്ടിയിലാക്കാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇതെല്ലാം അരിഞ്ഞിട്ടുണ്ട്. കാണാൻ അരിഞ്ഞു വീഴുന്നത് കാണാൻ ഭംഗിയാണെങ്കിലും കഴിക്കാൻ വളരെ എല്ലാവരും മടിക്കുന്ന ഒരു സാധനം, കുട്ടികൾക്കൊന്നും വളരെയേറെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ പാവയ്ക്ക അല്ലേ. പിന്നെ ഞാൻ അതിലേക്ക് സവാള അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു 2 സവാള അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉണ്ടമുളക് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ടമുളക് ഉണ്ടായിരുന്നു, അത് അതിനകത്ത് നിന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് എരിക്ക് വേണ്ടി. നമ്മളിതെല്ലാം ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെക്കുക. പാനിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കും. നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചെറിയ അമ്പിളിമാമൻ കുഞ്ഞുങ്ങളുടെ ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പാവയ്ക്കയും സവാളയും മുളകും എല്ലാം കൂടെ തട്ടി ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, വെള്ളം ലേശവും വെക്കണ്ട. ഞാൻ ഒട്ടും വെള്ളം വെച്ചിട്ടില്ല. വെള്ളം വെക്കുന്നവരുണ്ടെങ്കിൽ വെക്കാം, പക്ഷേ ഞാൻ ഇതിനകത്ത് മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ വെള്ളമൊന്നും വെക്കാറില്ല. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ അത് വേവിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ അതിനകത്തിലേക്ക് ഒരു വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുന്നുണ്ട്. ഞാൻ എൻ്റേതായ രീതിയിലാണ് ഈ ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. കണ്ടോ, വെള്ളം ഒന്നും വെക്കാതെ തന്നെ നമ്മുടെ ആ പാവയ്ക്ക കുട്ടന്മാരെല്ലാം വെന്ത് നല്ല പരുവത്തിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തോണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇടേണ്ടവർക്കിടാം, ഞാൻ ഇന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. അപ്പം വെള്ളം ഒന്നും ഇല്ല എന്നുള്ള രീതിയാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറിയ ഒരു തീയിൽ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചൊന്ന് കുറച്ച് തീയും കൂടെ ഒന്ന് ചൂടും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പം ചോറും ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും ഇച്ചിരി മാങ്ങയൊക്കെ വെച്ചിട്ട് അരച്ച ചമ്മന്തിയൊക്കെ ആയിട്ട് ഇത് കഴിക്കാമെങ്കിൽ സൂപ്പറായിരിക്കും.